വിദേശ രാജ്യങ്ങളിലെ ആധുനിക ട്രെയിനുകളെ അത്ഭുതത്തോടെ നോക്കി നിന്ന ഭാരത ജനതയ്ക്ക് ഇന്ന് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പേരുണ്ട്: വന്ദേ ഭാരത്. ആ വേഗവിസ്മയം ഇപ്പോൾ അതിർത്തികളും കടന്ന് ആഗോള വിപണിയിലേക്ക് കുതിക്കാൻ ഒരുങ്ങുന്നു. ആഫ്രിക്ക, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, ലാറ്റിൻ അമേരിക്ക തുടങ്ങി 9ഓളം വിദേശ രാജ്യങ്ങളാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ സ്വന്തമാക്കാൻ ഭാരതത്തെ സമീപിച്ചിരിക്കുന്നത്. രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, എന്തായാലും വന്ദേ ഭാരത് അത് നമ്മുടെ ഭാരതത്തിന്റെ പേര് മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് കൂടി എത്തിക്കുന്നതിന് മറ്റൊരു കാരണമായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് മറ്റ് ലോകരാജ്യങ്ങൾ നമ്മെ സമീപിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത്? മറ്റു വിവരങ്ങൾ. രാഖി, അശ്വതി, സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണത്. വന്ദേ ഭാരതിന് ആഗോള തലത്തിൽ വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. വിദേശത്ത് നിന്നും, അതായത് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, നേപ്പാൾ, ശ്രീലങ്ക അങ്ങനെ 9 രാജ്യങ്ങളിൽ നിന്നാണ് അവിടേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് വന്ദേ ഭാരത് വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിനിധി സംഘം ഭാരതത്തിലേക്ക് എത്തിയത്. പ്രതിനിധി സംഘം, വിദേശത്തു നിന്നുമുള്ള സംഘങ്ങൾ ഇവിടെ എത്തി നേരിട്ട് വന്ദേ ഭാരതിൽ യാത്ര ചെയ്താണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇനിയുള്ളത് ഈ വന്ദേ ഭാരത് കയറ്റുമതി ചെയ്യുക, ആവശ്യപ്പെട്ട രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രൂപമാറ്റങ്ങൾ വരുത്തി വന്ദേ ഭാരത് കയറ്റുമതി ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിലവിൽ റെയിൽവേ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. വന്ദേ ഭാരത് നമുക്കറിയാം 2016 നരേന്ദ്രമോദി സർക്കാരാണ് ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ ആവിഷ്കരിക്കുന്നത്, അത് വിഭാവനം ചെയ്യുന്നത്. 2019 ഫെബ്രുവരിയിൽ ആദ്യത്തെ സർവീസ് രാജ്യത്ത് വന്ദേ ഭാരത് ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് 50ഓളം റൂട്ടുകളിലായിട്ട് ഏകദേശം 164 വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നുണ്ട്. രാജ്യത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. കാരണം വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വിദേശത്തേക്ക് വിദേശ രാജ്യങ്ങൾ വന്ദേ ഭാരത് ട്രെയിനുകൾ വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ സമീപിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കരാറുകളിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന പദ്ധതിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും കയറ്റുമതി ചെയ്യാനായിട്ടുള്ള അതിന് ചില വിദേശ രാജ്യങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യപ്പെട്ട ചില മാറ്റങ്ങളൊക്കെ തന്നെ വരുത്തേണ്ടതുണ്ട്. അത് റെയിൽവേ ആണ് നടത്തുന്നത്. അതിനുശേഷമായിരിക്കും ഈ കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും നിലവിൽ വിദേശത്തു നിന്നും പ്രതിനിധി സംഘം ഇവിടെ എത്തിയാണ് ഈ വന്ദേ ഭാരതിന്റെ സൗകര്യങ്ങളൊക്കെ നിരീക്ഷിച്ചത്, നേരിട്ട് കണ്ടു. അതോടൊപ്പം തന്നെ വന്ദേ ഭാരതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ കവച് എന്ന് പറയുന്ന സുരക്ഷാ സംവിധാനം, അതായത് തദ്ദേശീയമായിട്ട് രാജ്യം വികസിപ്പിച്ചെടുത്ത ഒരു സുരക്ഷാ സംവിധാനമാണ് ഈ ഒരു കവച് എന്ന് പറയുന്നത്. അത് ഏറെ പ്രശംസ നേടിയ ഒരു സാങ്കേതിക വിദ്യ കൂടിയാണ്. അതോടൊപ്പം തന്നെ അത്യാധുനിക ഭക്ഷണശാല, സെൻസർ അധിഷ്ഠിതമായിട്ടുള്ള ടാപ്പുകൾ, അങ്ങനെ നിരവധി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയതാണ് വന്ദേ ഭാരത് ട്രെയിന്. അതിൽ സഞ്ചരിച്ചുകൊണ്ട് അതിൻ്റെ സൗകര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ഈ 9ഓളം രാജ്യങ്ങൾ വന്ദേ ഭാരത് വേണമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും കയറ്റുമതി വിഭാഗമായിട്ടുള്ള റെയിൽവേയുടെ തന്നെ കയറ്റുമതി വിഭാഗമാണ് RITES. അതിൻ്റെ മേൽനോട്ട ചുമതലക്കാരൊക്കെ തന്നെ, അധികൃതരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലേക്കും കടന്നിരിക്കുകയാണ്. രാഖി, അഭിമാനമാണ് വന്ദേ ഭാരത്. ഇങ്ങനെ എന്താ പറയുന്നത്, മറ്റ് ലോകരാജ്യങ്ങളെല്ലാം നമ്മുടെ ഭാരതത്തിൽ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ട്രെയിനിന്, അതിവേഗ ട്രെയിനിന് വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ബ്രഹ്മോസിന് പിന്നാലെ അല്ലേ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. എന്തായാലും അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെ